നല്ല മരങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ. നമുക്കിതിനകത്തൂടെ നമുക്ക് കറങ്ങി നടക്കാം. ഇവിടെ ഒക്കെ ഉണ്ടാ, ഇവിടെ വാ. ബ്യൂട്ടിഫുൾ ഗൈസ്, ലുക്ക്. മരത്തിൻ്റെ സ്ട്രക്ചർ തന്നെ ഉണ്ടോ? ഈ മരത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടോ? അടിപൊളി സ്ട്രക്ചറിലാണ് ആ മരം നിൽക്കുന്നുണ്ടോ. സൂപ്പർ. ഏത് വർഷം ഇത് ബിൽഡ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സീഡർ പ്ലാന്റ് ആണ്, സീഡർ മരമാണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് അത്. ആ ഒരു മരം നല്ല അട്രാക്ഷൻ, ഒരു വളച്ച് ഈ ഷേപ്പിലാക്കിയിട്ട് ഒരു പന്തൽ മാതിരിയാണ് നമുക്ക്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്കിതിൻ്റെ പുറത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് നല്ല വെറൈറ്റി ചെടികൾ. നമുക്കിതുവഴി ഇറങ്ങാൻ പറ്റും കേട്ടോ, അതുവഴി ഇറങ്ങണ്ടായിരുന്നു. ഇത് ചെമ്പരത്തി ചെടിയുടെ ഹൗസാണ്. ഇതുണ്ട്, ഇതിനകത്ത് മൊത്തം ചെമ്പരത്തിയാണ്. 1929 ഇത് ചെയ്താണ്. ഇതിനകത്ത് മുഴുവനും ചെമ്പരത്തി ചെടികളാണ്. പക്ഷേ നമ്മൾ വന്ന സമയം 4 o'clock കഴിഞ്ഞതുകൊണ്ട് നമുക്കിതിനകത്ത് കയറി ചെമ്പരത്തി പൂക്കൾ കാണാൻ പറ്റിയില്ല. ഭയങ്കര മരം അതിനകത്ത് ഇങ്ങനെയുണ്ടോ. ഇതിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതേ. നമുക്ക് വേറൊരു ദിവസം നമുക്കതിനകത്തെ ഓപ്ഷൻ വീഡിയോ എടുക്കാം. മറ്റൊരു ചെടി കാണിക്കാം കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഒരു ചെടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടിയുടെ പേര് ഓർമ്മയുണ്ടോ നോക്കിക്കേ. ഈ പൂക്കൾ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന്. പക്ഷേ ഇത് മരമായിട്ട് വളരാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണം കേട്ടോ. നമ്മുടെ നാട്ടിലെ കുറ്റിച്ചെടിയായിട്ട് നിൽക്കണ, പരിയമ്പുറത്തൊക്കെ കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. പക്ഷേ മരമായിട്ട് വളരുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണേ. നമുക്ക് നല്ല ചില്ലകളിൽ നല്ല മരമായിട്ടിരിക്കുന്നുണ്ട്. സൂപ്പർ ലുക്കല്ലേ. ഇതിൽ 4 ചെടി വെച്ചിട്ടുണ്ട്. കണ്ണാടി ചെടികളും ധാരാളം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ ഫീൽഡിൽ നിറയെ ചെടികളാണ്. ഇപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടൊരു ഔട്ടിങ്ങിന് വരുവാണെങ്കിൽ $8 വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മാത്രമേ നമുക്ക് ചിലവുള്ളൂ. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാക്റ്റ് $8 ക്യാഷ് കൊണ്ടുവരണം. കാരണം ചേഞ്ച് ആ മിഷൻ തരില്ല. അതുകൊണ്ട് അല്ലെ ക്രെഡിറ്റ് കാർഡിൽ ചാർജ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മിനീസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഞാനൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലാണ്. ഇവിടുത്തെ വിശേഷം നമുക്ക് കണ്ടുവരാം. നിങ്ങൾക്കൊരു സ്പെഷ്യൽ സംഭവം കാണിക്കാം. ഇതാണ് എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയത്. ഇതിനകത്തൂടെ നമുക്ക് കയറി ഇറങ്ങി നല്ല ഭംഗിയിലാണ് ആ പയ്യൻ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിനകത്തൂടെ ഒന്ന് കയറിയാലോ. ഓക്കെ, ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മൾ ചൈനയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അകത്തെ പൂക്കളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു പ്രതീതിയില്ലേ. ഈ മരങ്ങൾ അതേ രീതിയിൽ സെറ്റ് ചെയ്ത് അവർ ഈ സൈഡിലേക്കുണ്ടോ പടർത്തി വിട്ടിരിക്കുകയാണ്. എൻ്റെ മരം ഈ സൈഡിലുണ്ടോ. നല്ല ഭംഗി ഇതിനകത്തുണ്ടാക്കാൻ. വെയിലുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരും കൂടെ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ വെയിലൊക്കെ അസ്തമിച്ച് കിളികളൊന്നും കൂടുന്നില്ല കേട്ടോ ഇതിനകത്ത്. ഇവിടുത്തെ മെയിൻ ഒരു ചാച്ചാ come here inside and look how beautiful. Hi, നോക്കി ഷൈൻ. ഹായ്, ഷൈനെ പോകുന്ന പ്രതീതിയില്ലേ. ഹായ് കിളി. നല്ല ഇതിപ്പം അങ്ങോട്ട് പോയില്ലേ ആ കിളിയാ. എന്ത് രസമുണ്ട് ഇവിടെ. ഒരു ഫോട്ടോ എടുക്കട്ടെ. വെണ്ടയ്ക്ക വേറെ ടൈപ്പ് വെണ്ടയ്ക്ക ഏതാണ്ട്. അത് നമ്മുടെ കർണാമ്പട്ടി മുളകില്ലേ, അതിലെ മുളകാണ്. ഗ്രീൻ ഹൗസ് അതിൻ്റെ 19 വന്ന് കയറിയാലോ. തുറന്നു നിൽക്കണം കറോ. എൻട്രൻസ് ഗ്രീൻ ഹൗസ്. നമുക്ക് അവിടെ എൻട്രി ചെയ്യാം.
ഡാലിയ ഉണ്ടോ? ഡിഫറെൻറ്റ് കളറിലാണ് ഡാലിയ. വാവ്, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ഇതുണ്ടോ? നല്ല എന്ത് ഗാർഡനാണ്? ഡാലിയ ഗാർഡൻസ്. ഈ ഡാലിയ ഉണ്ടോ? ഓരോ ഡാലിയയുടെയും കളേഴ്സും ഉണ്ടോ? തൊടാൻ പറ്റില്ല. അതിൽ ഇയർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇയറും ഏത് ഇയറിലെയാണ്, ഏത് വർഷം, എങ്ങനെ അരിയെടുക്കണം, എങ്ങനെ തൊടാൻ പറ്റത്തില്ല. ഒരാൾക്കാരെ നോക്കുന്നുണ്ടോ? അത് ഉണങ്ങിയെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. സെമി കാറ്റസിൻ്റെ ഇതാണ് ഉണ്ടാ. ഇത് നല്ല റോസപ്പൂ അല്ലല്ലേ ഇരിക്കണേ? ഭംഗിയല്ലേ കാണാൻ? ഇതാ ഏറ്റവും കാണാൻ ഭംഗിയാണ്. നോക്ക്, പർപ്പിൾസ് ഓർക്കിഡ്, ഡാലിയയുടെ വെറൈറ്റി. എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഇത് പിന്നെ തണുപ്പത്ത് പോവില്ല കേട്ടോ. തണുപ്പത്ത് ഇവിടെ തന്നെ ഇരിക്കും. ഒറ്റ ഒരെണ്ണമാണ് കമ്പ് കുത്തി ഇങ്ങനെ കൊടുക്കണം. കണ്ടോ? എന്നിട്ട് കെട്ടി വെക്കണം. പിങ്ക് ഈസ് ഗുഡ്. യെല്ലോ നല്ല നല്ല താമരപ്പൂ പോലിരിക്കണം. വൈറ്റും സെയിമാണ്. ഓർക്കിഡ് ഫാം നല്ല ഭംഗിയില്ലേ ഗൈസ്? ഓർക്കിഡ് ഫാം കാണാൻ. ഇത് മൊത്തം നല്ല ഒരു സൂപ്പർ ഓർക്കിഡ് ഫാമാണ്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല നല്ല സൂപ്പർ വിഷയമാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ പോയൊരു പ്രതീതിയാണ് ഇതിനുണ്ട്. ഇതുണ്ടോ? ഇതുണ്ടാ? ഇവിടെ ഉണ്ട്. ഇവിടെ വന്നേ, ഇവിടെ വന്നേ. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇന്ന് ഓൾറെഡി നമ്മൾ 4 മണി ആയതുകൊണ്ട് ബൊഗേനില്ല. ബ്യൂട്ടിഫുൾ. പക്ഷേ വിൻട്രാമെന്തി ചട്ടിയ ചട്ടിയ ചട്ടിയ. തിരിച്ചറിയാമോ? കാറ്റിക്സ് ഉണ്ടോ? അല്ലെങ്കിൽ ചെടി നല്ല സെക്ഷനിൽ ആ ചെടിയാണ് ഉണ്ടാകും. എന്ത് ഭംഗിയാണ് നോക്കി. ഇതിനകത്തൂടാണ് നമ്മളിപ്പോൾ കയറി ഇറങ്ങിയത്. ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. ആ സൈഡിൽ ഓർക്കിഡ് ഫാം. ഇനി നോക്കട്ടെ നമുക്ക് അങ്ങോട്ടോട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ. നിറയെ കിളികളുണ്ട് ഗൈസ്.
പക്ഷേ വെയിലുള്ള സമയത്ത് വരുമായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. പാർക്ക് 5 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. നമ്മൾ നാട്ടിൽ പോയൊരു പ്രതീതിയാണ് ഈ പാർക്കിൽ കേട്ടോ. നല്ല ഭംഗിയുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലേ. ഇതിനകത്ത് റെസിഡൻസ് താമസിക്കുന്നവരുണ്ട്. രാവിലെ 10 മണിക്ക് പാർക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ 5 മണി വരെ ഉള്ളൂ. പിന്നെ ഗ്രീൻ ഹൗസിൽ കാണണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അഡ്മിഷൻ 3:30, 3:30 കയറിയാൽ മാത്രമേ നമുക്ക് പിന്നെ ഹൈവേസ് നല്ല ചെമ്പരത്തിയുടെ നല്ല കളക്ഷൻ ഉണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ 3:30 കയറണം. എന്താ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് അല്ലേ. റൈറ്റോ ലെഫ്റ്റോ? ലെഫ്റ്റ് സൈഡിൽ. ഇപ്പോൾ ഈ ഈവനിങ്ങിൽ വന്നതുകൊണ്ട് അധികം ആൾക്കാരെയൊന്നും കാണുന്നില്ല കേട്ടോ. ഇതൊരു കാട് മാതിരി കിടക്കുന്നുണ്ടെങ്കിൽ അതുവഴി ഇറങ്ങി പോകേണ്ട മാപ്പാടെ സംശയം. നേച്ചർ. ഈ ചെടിയാണ് നമ്മുടെ അവിടെ നിൽക്കുന്നത്. തുടങ്ങുമ്പോൾ ഒരു ഫ്ലവർ എന്ന ചെടിയില്ലേ, എൻ്റെ ചെടിയുടെ പേരെന്താണെന്ന് നോക്കണം. പീനിയ. ഒറ്റ പ്രാവശ്യം അത് ചെടി വരുള്ളൂണ്ടോ. ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളപ്പം കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം അത് പാർക്ക് അടയ്ക്കുന്ന സമയമുണ്ടാ. പാർക്ക് നല്ല ഭംഗിയല്ലേ കാണാൻ. നോക്കിയേ, സൂപ്പർ ഹൈ ലൊക്കേഷൻ, നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഇതിൻ്റെയൊക്കെ ഇങ്ങനെ കറക്കി വെച്ചിരിക്കണ കാണാൻ നല്ല ഭംഗിയല്ലേ. കല്യാണത്തിൻ്റെയൊക്കെ ഇതിൽ പിക്ചർ എടുക്കാനൊക്കെ, ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല അടിപൊളി പ്ലേസാണ്. ഈ സൈഡ് മൊത്തം ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്തും ആൾക്കാർ താമസമൊന്നും തോന്നുന്നുണ്ട് കേട്ടോ. സമയം നോക്കണം കേട്ടോ. ക്ലോസ് ആവുന്നതിന് നമുക്ക് ഇറങ്ങി പുറത്ത് പോകണം. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഫ്ലവർ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ഈ 2 സൈഡിലും നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഒരു പോണ്ട്. ഈ പോണ്ടിന് ചുറ്റുമൊക്കെ നമുക്ക് കറങ്ങി നടക്കാൻ പറ്റും. നല്ലൊരു പോണ്ടാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ജോലി എന്നാണെന്ന് തോന്നുന്നു. കാണാമെന്നാണോ? ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോയിരിക്കാൻ സമയത്തിന് കുറച്ചൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. ഈ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോ അല്ലേ? ഈ സൈഡിൽ കൂടെ ഇതുവരെ നമുക്ക് ഇറങ്ങാൻ പറ്റും. കുറച്ചും കൂടെ നേരത്തെ വന്നെങ്കിൽ ഇതിനകത്തൊക്കെ നമുക്ക് കറങ്ങാൻ പറ്റുള്ളൂ. അപ്പം നല്ല ഇരുട്ടി മാതിരിയില്ലേ, കാണാൻ നല്ല സൂപ്പർ വൈബാട്ടോ. നമുക്ക് ഔട്ടിങ്ങിനൊക്കെ ഇവിടെ വന്നിരിക്കാനും. ഈ സ്ഥലം അങ്ങോട്ടാണ് മുമ്പ് ഒരു കപ്പിൾസ് പോയത്. കൊണ്ടാണ് ശ്രദ്ധിച്ചേർന്നോ? ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പറഞ്ഞില്ലേ നേരെ സ്ട്രൈറ്റ് പോകണം. അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവം കാണുമായിരിക്കും. അവിടെ എന്തുണ്ട്? നമ്മളെവിടെയാണെന്ന് നമ്മൾക്ക് പോലും അറിയില്ല ഗൈസ്. ഒരു കൊടുങ്കാട്ടിലകപ്പെട്ട് ഗൈസ്. കാടിനുള്ളിൽ എവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ഗ്രീൻ ഹൗസിൻ്റെ സെൻറ്ററിൽ ഞങ്ങൾ വന്ന് പെട്ട് ഗൈസ്.
ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് പണ്ടാരടങ്ങും കേട്ടോ. കൂട്ടത്തിൽ ആരെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റൂട്ടിൽ കൂടെ ആണ് ഇതിനകത്തോട്ട് കയറിയെന്നൊരു പിടുത്തം വരും. കറക്റ്റ് 5 മണിക്ക് ഇതൊരു ഗ്രീൻ ഹൗസ് ഉണ്ട് ഇവിടെ കണ്ടോ. ഇതും ഇതിനുള്ളിലും കാണണമെന്നുണ്ടെങ്കിലും അതിൻ്റെ സമയം കഴിഞ്ഞു. കാരണം 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എല്ലാം ക്ലോസ് ചെയ്തു. പക്ഷെ വണ്ടി ഇതിനകത്ത് കയറുന്നുണ്ട്. നമ്മുടെ വണ്ടി മാത്രം നമുക്ക് കൊണ്ടുവരാൻ പറ്റാഞ്ഞേ. നമ്മളിവിടെ ഇറങ്ങണേ തിരിച്ചു പോകല്ലേ. If you like my videos, please subscribe, like and share. Give me the valuable comments. Bye bye.